ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിലെ മറ്റൊരു പുതിയ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ 4th യൂണിറ്റ് വരെ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ 5th യൂണിറ്റാണ്. ഓക്കെ മക്കളെ, എന്താണ് നമ്മുടെ 5th യൂണിറ്റിൻ്റെ പേര് നോക്കിക്കേ, ഹോണസ്റ്റി പേസ് എന്നാണ് അല്ലേ. എന്താണ് മക്കളെ, ഹോണസ്റ്റി പേസ് എന്നുള്ളതാണ്. എന്താണ് മക്കളെ ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ? സത്യസന്ധതയാണ് അല്ലേ. എന്താണ് ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ? സത്യസന്ധതയാണ് കേട്ടോ. അപ്പോൾ സത്യസന്ധത, ഹോണസ്റ്റി പേസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഫലം ചെയ്യും എന്നതാണ് നമ്മുടെ യൂണിറ്റ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പിക്ചറൊക്കെ കാണാം അല്ലേ. എന്തൊക്കെയാണ് മക്കളെ നമുക്ക് ആ ഒരു പിക്ചറിൽ കാണുന്നത്? ഒരു സൈക്കിളിൽ ഒരാൾ പാലും കൊണ്ട് പോകുന്നുണ്ട് അല്ലേ. പിന്നെ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് പറ്റുന്നത്? ഒരാൾ വല വീശിയിട്ട് മീനിനെ പിടിക്കുന്നുണ്ട്, തെങ്ങ് കയറുന്ന ആളുണ്ട് അല്ലേ. ഓക്കെ, അതുപോലത്തെ ഒരു പോസ്റ്റ് വുമണൊക്കെ മക്കൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും അല്ലേ. ഓക്കെ മക്കളെ, നമുക്ക് ചെറിയൊരു കോട്ട അവിടെ തന്നിട്ടുണ്ട്. എന്താ നോക്കിക്കേ, ഹോണസ്റ്റി ഈസ് ദി ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദി ബുക്ക് ഓഫ് വിസ്ഡം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹോണസ്റ്റി ഈസ് ദി ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദി ബുക്ക് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജ്ഞാനഗ്രന്ഥത്തിലെ ആദ്യത്തെ പാഠം, അതായത് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഹോണസ്റ്റി ആണല്ലോ, അതായത് സത്യസന്ധതയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് നമുക്ക് അവിടെ നമ്മുടെ ചാപ്റ്ററിലോട്ട് കയറുന്ന സമയത്ത് തന്നെ തന്നിട്ടുള്ള ചെറിയൊരു കോട്ട്. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു പിക്ചർ കാണാം അല്ലേ. ഓക്കെ മക്കളെ, എന്തിൻ്റെ പിക്ചറാണ് മക്കൾക്ക് അവിടെ കാണുന്നത്? ചെറിയൊരു ഫീൽഡിൻ്റെ ആണല്ലേ, ചെറിയൊരു കൃഷിയിടത്തിൻ്റെ ഒരു പിക്ചർ നമുക്ക് അവിടെ കാണാം അല്ലേ. ഒരുപാട് വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ ആരുണ്ട് മക്കളെ? ഒരാൾ ഇരുന്നിട്ട്, മേ ബി അതൊരു ഫാർമർ ആയിരിക്കാം അല്ലെ, ഒരു കൃഷിക്കാരനായിരിക്കാം. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെടികൾക്കൊക്കെ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അവിടെ മക്കൾക്ക് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു പിക്ചറിൽ മക്കൾ എന്താണ് കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കിക്കേ, ദർ ഈസ് എ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. എന്താണ് മക്കളെ പറഞ്ഞത്? There is a lot of vegetables and fruits in the picture അല്ലേ. ആ പിക്ചറിൽ എന്ത് കാണാം? ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കാണാമെന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഫീൽഡ്. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഫീൽഡ്. ഇത് എന്തുപോലെയുണ്ട് മക്കളെ? ഒരു ഫീൽഡിനെ പോലെയുണ്ട് കാണാനായിട്ട് അല്ലേ. അതായത് ഒരു കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്തെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? എ ഫാർമർ ഈസ് വാട്ടറിങ് ദി പ്ലാന്റ്സ്. ഒരു ഫാർമർ എന്ത് ചെയ്യുന്നുണ്ട്? ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പിക്ചറിൽ നമ്മൾ കാണുന്നത് അല്ലേ. പിക്ചറിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാണാം. ഒരു ഫാർമർ അവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് പോവാം കേട്ടോ. എന്താണ് മക്കളെ? ദ ഫാർമർ. എന്താണ്? ദ ഫാർമർ എന്നതാണ്. മക്കളെ പിക്ചർ നോക്കിക്കേ, നിങ്ങൾക്ക് അവിടെ ആരെ കാണാം? ഒരു ഫാർമറെ കാണാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലോട്ട് വരുന്ന സമയത്ത് മിസ് അവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷനിൽ നമ്മൾ പരിചയപ്പെടുന്നുള്ള ന്യൂ വേർഡ്സ് എല്ലാം മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിന് ശേഷം, ഈ ഒരു പേജിന് ശേഷം മിസ് അതെല്ലാം ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ മക്കൾ അത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, മിസ് വായിക്കുന്ന സമയത്ത് എല്ലാവരും ടെക്സ്റ്റ് പുസ്തകം എടുത്ത് മിസ്സിനോടൊപ്പം വായിക്കണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദി പാലസ്. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്, ബട്ട് ഹി കുഡിൻറ്റ് ഏൺ മച്ച്. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദി ഫ്യൂച്ചർ, ഹി തോട്ട്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് he earned enough to buy a gold coin. ഓക്കെ മക്കളെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നുകൂടി നോക്കിക്കേ. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് അല്ലേ. ഒരു ഫാർമർ, ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം എവിടെയാണ് താമസിച്ചത്? ഇൻ എ വില്ലേജ് അല്ലേ. അതായത് ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിച്ചത് അല്ലേ. ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. വിച്ച് വാസ് നിയർ ദി പാലസ്. എവിടെയാണ് മക്കളെ? പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരമാണ് കേട്ടോ. എവിടെയാണ്? പാലസിനടുത്തായിട്ട് ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഫാർമർ താമസിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്. അദ്ദേഹം എന്താണ്? നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അതായത് കഠിനാധ്വാനിയാണ് ആര്? നമ്മുടെ ഈ ഫാർമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോണസ്റ്റ് ആണല്ലോ. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഹോണസ്റ്റ്, HONEST. ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസന്ധനാണ് അല്ലേ. അദ്ദേഹം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്.
അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ്, ഹോണസ്റ്റുമാണല്ലേ. ബട്ട് ഹി കുഡിൻ ഏൺ മച്ച്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് സാധിച്ചില്ല മക്കളെ? ഏൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പാദിക്കുക അല്ലെ. അദ്ദേഹത്തിന് ഒരുപാടൊന്നും സമ്പാദിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലേ. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദി ഫ്യൂച്ചർ ഹി തോട്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചിന്തിക്കുകയാണ്? ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദി ഫ്യൂച്ചർ അല്ലേ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എനിക്ക് കുറച്ച് സമ്പാദിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ലേ. After many years of hard work, he earned enough to buy a gold coin. After many years of hard work. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിനാധ്വാനമാണ് അല്ലേ. അങ്ങനെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം he earned enough to buy a gold coin. അദ്ദേഹം എന്ത് വാങ്ങാൻ? അദ്ദേഹത്തിന് ഒരു ഗോൾഡ് കോയിൻ വാങ്ങാൻ മാത്രം അദ്ദേഹം എന്ത് ചെയ്തു? സമ്പാദിച്ചു അല്ലേ. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരു ഗോൾഡ് കോയിൻ വാങ്ങാൻ മാത്രം ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ബാക്കി ഭാഗം നോക്കിക്കേ. ദിസ് ഈസ് മൈൻ, ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. ഹി ലുക്ക്ഡ് അറ്റ് ദി കോയിൻ. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. വൈ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം. ഐ വിൽ കീപ് ഇറ്റ് സംവെയർ എൽസ്. ഓക്കെ മക്കളെ, എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ട് ഒരു ഗോൾഡ് കോയിൻ മേടിച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ആ ഒരു കോയിനിലേക്ക് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം അല്ലേ. അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ കയ്യിലിരുന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? ഷൈനിങ് അല്ലേ, തിളങ്ങാനായിട്ട് തുടങ്ങി. വൈ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം. അദ്ദേഹം ചിന്തിക്കുകയാണ്, വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഞാൻ ഇവിടെയാണ് ഈ ഒരു നാണയം സൂക്ഷിച്ചു വെക്കുക. ഇറ്റ്സ് നോട്ട് സേഫ് അറ്റ് ഹോം. അത് വീട്ടിൽ സേഫ് അല്ല അല്ലേ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ കോയിൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഐ വിൽ കീപ് ഇറ്റ് സംവെയർ എൽസ്. ഞാനത് മറ്റെവിടെയെങ്കിലും എന്ത് ചെയ്യണം? സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് അല്ലേ. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. വേർ വിൽ ദി ഫാർമർ ഹൈഡ് ദി ഗോൾഡ് കോയിൻ? അതായത് എവിടെയായിരിക്കും ആ ഫാർമർ ഗോൾഡ് കോയിൻ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം എവിടെയായിരിക്കും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക? നോക്കിക്കേ. ഹി വിൽ ഹൈഡ് ദി ഗോൾഡ് കോയിൻ ഇൻ എ സേഫ് പ്ലേസ്. അദ്ദേഹം ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം? ആ ഒരു ഗോൾഡ് കോയിൻ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നോക്കിക്കുക മക്കളെ, മിസ് ഇവിടെ നമ്മൾ ആ ഒരു ഇപ്പം പരിചയപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗത്തിലെ പ്രധാനമായിട്ടുള്ള വേർഡ്സൊക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് വായിച്ച് നോക്കുക. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളതാണ്. മക്കൾക്ക് സംശയമുള്ള ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ ആ വേർഡ്സിൻ്റെ മീനിങ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം നിർബന്ധമായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ മക്കൾ വായിക്കുക. വായിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ വായിക്കുന്ന റെക്കോർഡ് നമ്മളെ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ടോ അയക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ മക്കൾക്ക് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. എ സേഫ് പ്ലേസ്. എന്താണ് മക്കളെ? എ സേഫ് പ്ലേസ് അല്ലേ. നമ്മുടെ ഫാർമർ എന്തിനു വേണ്ടിയിട്ട് പോവാണ്? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഗോൾഡ് കോയിൻ എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് ഹൈഡ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പം എവിടെയാണ് അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചത്? എവിടെയാണ് ആ സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്ന് നമുക്ക് അറിയണ്ടേ? നോക്കിക്കേ മക്കളെ, എ സേഫ് പ്ലേസ് എന്നതാണ് അടുത്ത പോർഷൻ വരുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ദ ഫാർമർ വെൻ നിയർ ദി പാലസ്. There was a huge wall around it. He found a loose brick in the wall. This is a safe place to hide my coin, he said to himself. The farmer put his hand in his pocket and felt the coin. He tiptoed towards the wall and took the brick out. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കൽ കൂടി നോക്കാം. ദി ഫാർമർ വെൻ നിയർ ദി പാലസ്. നമ്മുടെ ഫാർമർ എവിടേക്ക് പോയി? പാലസിൻ്റെ അടുത്തേക്ക് അല്ലേ. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. ദർ വാസ് എ ഹ്യൂജ് വാൾ അറൗണ്ട് ഇറ്റ് അല്ലേ. ഹ്യൂജ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വലിയ ചുമർ അല്ലെങ്കിൽ വലിയ മതിലിനെയൊക്കെയാണ് പറയാറ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വലുത് എന്നതാണ്. വാളെന്ന് പറഞ്ഞാൽ മതിൽ അല്ലെങ്കിൽ ചുമര് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവിടെ അതിന് ചുറ്റും എന്തുണ്ടായിരുന്നു? വലിയൊരു മതിലുണ്ടായിരുന്നു. ഈ ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദി വാൾ അല്ലേ. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ ഈ ഒരു വാളൊക്കെ കെട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇഷ്ടികയില്ലേ, അതിനാണ് ബ്രിക്ക് എന്ന് പറയുക കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു? അവിടെ ആ ഒരു മതിൽ കെട്ടിയെടുത്ത് ഒരു ലൂസായി കിടക്കുന്ന ഒരു ബ്രിക്ക് കണ്ടു അല്ലേ, ഒരു ഇഷ്ടിക അദ്ദേഹം കണ്ടു. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ,
ഹി said to himself. അയാൾ സ്വയം പറഞ്ഞു എന്ത്, ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ. എൻ്റെ കോയിൻ ഒളിപ്പിക്കാനായിട്ടുള്ള സേഫ് പ്ലേസ് ഇതാണ് എന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു അല്ലേ. ദ ഫാമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽ ദി കോയിൻ അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് എന്ത് ചെയ്തു, ആ കോയിൻ അദ്ദേഹം പുറത്തേക്ക് എടുക്കുകയാണല്ലേ. ഹി ടിപ്ടോഡ് ടുവേർഡ്സ് ദി വാൾ ആൻഡ് ടുക്ക് ദി ബ്രിക്ക് ഔട്ട് അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ, ടിപ്ടോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹം നമ്മൾ കാൽവിരലിൻ്റെ തുമ്പിലൊക്കെ നടക്കുക, അതായത് നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ മറ്റുള്ളവർ നമ്മൾ നടക്കുന്നത് കേൾക്കാതെ നമ്മളിങ്ങനെ കാലിൻ്റെ തുമ്പിൽ നടക്കില്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതേപോലെ മതിലിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ടുക്ക് ദി ബ്രിക്ക് ഔട്ട്, ആ ബ്രിക്ക് പുറത്തേക്ക് എടുത്തു അല്ലേ. കെയർഫുള്ളി ഹി കെപ്റ്റ് ദി ഗോൾഡ് കോയിൻ ഇൻ ദി ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദി ബ്രിക്ക് ബാക്ക്. അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ, കെയർഫുള്ളി അല്ലേ, നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഗോൾഡ് കോയിൻ ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, തിരിച്ച് നമ്മുടെ ആ എടുത്ത ബ്രിക്ക് എന്ത് ചെയ്തു അവിടെ തന്നെ വെച്ചു. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ, യു ആർ മൈ ലൈഫ്, ഹി വിസ്പേർഡ്. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി. എന്താണ് മക്കളെ, ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ അല്ലേ. അദ്ദേഹം കോയിനോട് പറയാം, നീ ഇവിടെ സേഫായിട്ട് ഇരിക്കില്ലേ, യു ആർ മൈ ലൈഫ്, നീ എൻ്റെ ജീവിതമാണ്. ഹി വിസ്പേർഡ് ഇല്ല, അദ്ദേഹം ഇങ്ങനെ മന്ത്രിക്കുകയാണ്, നീ എന്ത് ചെയ്യുക, ഇവിടെ സേഫായിട്ട് ഇരിക്കുക, നീ എൻ്റെ ജീവിതമാണ് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രവൃത്തി പറയുകയാണ് അല്ലേ. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി, അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിലേക്ക് സന്തോഷത്തോട് കൂടിയിട്ട് തിരിച്ചു പോയി അല്ലേ. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം സേഫായിട്ട് ഒളിപ്പിച്ചു വെച്ച പ്ലേസ് എവിടെയാണ്, പാലസിൻ്റെ ആ ഒരു മതിലിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വൈ ഡിഡ് ദി ഫാമർ ഡിസൈഡഡ് ടു കീപ് ദി കോയിൻ ഇൻ ദി വാൾ? എന്തുകൊണ്ടാണ് ആ ഫാർമർ, ആ കൃഷിക്കാരന് നമ്മുടെ പാലസിൻ്റെ മതിലിൽ കോയിന് കീപ്പ് ചെയ്യാനായിട്ട് അല്ലേ, കോയിൻ എടുത്ത് വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് നോബഡി വിൽ സീ ദി കോയിൻ അല്ലേ, ആരും തന്നെ ആ കോയിന് കാണില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അവിടെ തന്നെ വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിൽ ദി കോയിൻ ബി സേഫ് ദ വൈ ഡു യു തിങ്ക് സോ? കോയിൻ അവിടെ സേഫ് ആണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കോയിൻ അവിടെ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് എന്ന് എഴുതി. അപ്പം നമ്മളോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ വാൾ ഓഫ് ദി പാലസ്, നോബഡി ഹാവ് ദി കറേജ് ടു ടേക്ക് ദി കോയിൻ ഫ്രം ദി ബ്രിക്സ്. എന്തുകൊണ്ടാണ്? അത് സാധാരണ ഒരു വീടിൻ്റെയൊക്കെ ഒരു വാളിലാണ് ഒളിപ്പിച്ച് വെച്ചത്, അല്ല അല്ലേ, ഒരു കൊട്ടാരത്തിൻ്റെ, ഒരു പാലസിൻ്റെ വാളിലാണ് അല്ലേ. അപ്പോൾ ആർക്കും അവിടെ വന്നിട്ട് അതൊന്നും എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ മക്കളെ? ഇല്ല അല്ലേ. അതുകൊണ്ട് എന്താണ്, ആ കോയിൻ അവിടെ സേഫ് ആയിരിക്കാം അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ന്യൂ വേർഡ്സ് എല്ലാം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂജ്, വാള്, ബ്രിക്ക്, ഹൈഡ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് അവിടെ പറയുന്ന വേർഡ്സ് എല്ലാം നമ്മൾ മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ വേർഡ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 2 പേജുകൾ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. അതിലേതെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കണം കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം അല്ലേ. എന്താണ്? ദ ഡിസിഷൻ എന്നുള്ളതാണ് കേട്ടോ. എന്താണ് മക്കളെ അടുത്ത ഭാഗം വരുന്നത്? ദ ഡിസിഷൻ എന്നതാണ് അല്ലേ. എന്താണ് മക്കളെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ? തീരുമാനത്തിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ. മന്ത്സ് പാസ്ഡ്. ഡും ഡും ഡും. ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർ ദി സൗണ്ട് ഓഫ് ഡ്രംസ്. ആൻ അനൗൺസ്മെൻറ്റ് echoed in the air. Oh, it's a carnival. I wish I could see it, his wife said. But we don't have any money, the farmer replied. Every day you work like a horse, but your pockets are always empty, his wife said. The farmer left the house without uttering a word. She has never demanded anything till now. How can I take her to the carnival? He was very sad. Suddenly, he thought about the gold coin. He decided to take it back. Okay, മക്കളെ, എന്താണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്?
ആ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞൂലേ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഡും 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 ദ ഫാമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർ ദി സൗണ്ട് ഓഫ് ഡ്രംസ് അല്ലേ. അവരെന്തിൻ്റെ സൗണ്ട് കേട്ടു? ഡ്രംസിൻ്റെ അല്ലേ, ചെണ്ടയുടെ എന്ത് ചെയ്തു? സൗണ്ട് കേട്ടു അല്ലേ. ആൻഡ് അനൗൺസ്മെൻറ്റ് എക്കോർഡ് ഇൻ ദി എയർ അല്ലേ, ഒരു അനൗൺസ്മെൻറ്റ് അല്ലേ. നമുക്കറിയാമല്ലോ ഇങ്ങനെ ഒരു ഡും ഡും എന്നുള്ള ചെണ്ടയുടെ ശബ്ദമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറയും? അനൗൺസ്മെൻറ്റ് പറയൂലേ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്തു? ഒരു അനൗൺസ്മെൻറ്റ് വന്നു. എന്താണ് അനൗൺസ്മെൻറ്റ് വന്നത് മക്കളെ? യെസ്, എന്താണ്? കാർണിവലാണ് എന്നുള്ളതാണ് അല്ലേ. അതായത് ആ നാട്ടിൽ എന്ത് നടക്കുകയാണ്? കാർണിവൽ നടക്കുകയാണ് അല്ലേ. കാർണിവൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഉത്സവം നടക്കുകയാണ് അല്ലേ. കാർണിവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സവമാണല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? ഉത്സവം നടക്കുകയാണ് അല്ലേ. ഓ ഇറ്റ്സ് കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഹിസ് വൈഫ് സെഡ് അല്ലേ. അപ്പം കാർണിവൽ നടക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഫാർമറിൻ്റെ വൈഫ് എന്ത് പറഞ്ഞു? എനിക്കത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, ദി ഫാർമർ റിപ്ലൈഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഫാർമർ എന്താണ് അവളോട് പറഞ്ഞത്? പക്ഷേ നമ്മുടെ കയ്യിൽ എന്തില്ല? പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ ഫാർമറിൻ്റെ വൈഫ് എന്ത് പറയാണ്? എവരി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്. എല്ലാ ദിവസവും നിങ്ങളൊരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്. ബട്ട് യുവർ പോക്കറ്റ് ആർ ഓൾവേസ് എംറ്റി. പക്ഷേ നിങ്ങളുടെ പോക്കറ്റ്, നിങ്ങളുടെ കീശ എന്താണ്? എപ്പോഴും കാലിയാണ് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഫാർമറിൻ്റെ വൈഫ് പറയുകയാണല്ലേ. എപ്പോഴും നിങ്ങളൊരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ പോക്കറ്റ് എന്താണ്? എപ്പോഴും കാലിയാണെന്ന് അവർ പറയുകയാണല്ലേ. ദ ഫാമർ ലെഫ്റ്റ് ദി ഹൗസ് വിത്തൗട്ട് അട്ടറിങ് എ വേർഡ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഫാമർ എന്ത് ചെയ്തു? ഒരു വാക്കും ഉരിയാതെ അല്ലേ, ഒന്നും പറയാതെ എന്ത് ചെയ്തു? അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണല്ലേ. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ അല്ലേ. ഇതുവരെ അവൾ ഒന്നും തന്നെ എന്നോട് എന്ത് ചെയ്തിട്ടില്ല? ആവശ്യപ്പെട്ടിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹർ ടു ദി കാർണിവൽ. ഞാൻ എങ്ങനെയാണ് അവളെ കാർണിവലിന് കൊണ്ടുപോവുക എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണല്ലേ. ഹി വാസ് വെരി സാഡ് അല്ലേ. അദ്ദേഹം വളരെ ദുഃഖിതനായി. കാര്യം ഇതുവരെ അവരുടെ വൈഫ് അവരുടെ അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല അല്ലേ. ആദ്യമായിട്ടാണ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷും ഇല്ല അല്ലേ. അപ്പോൾ അദ്ദേഹം അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. Suddenly he thought about the gold coin. He decided to take it back. പെട്ടെന്നാണ് അദ്ദേഹത്തിന് എന്ത് ഓർമ്മ വന്നത് മക്കളെ? നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹം ഒരു ഗോൾഡ് കോയിൻ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അത് തിരിച്ചെടുക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? തീരുമാനിക്കുകയാണല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ തിരിച്ചെടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്? യെസ്, അവരുടെ നാട്ടിൽ കാർണിവൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ വൈഫിന് എന്ത് ചെയ്യണം? അവിടെ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ട് അല്ലേ. അപ്പോൾ അതിന് അവരെ കൊണ്ടുപോകാനായിട്ടാണ് ഈ ഗോൾഡ് കോയിൻ തിരിച്ചെടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അവിടെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിൽ ദി ഫാർമർ ഗെറ്റ് ദി ഗോൾഡ് കോയിൻ ബാക്ക്? വൈ ഡു യു തിങ്ക് സോ? ഫാർമറിന് ഗോൾഡ് കോയിൻ തിരിച്ച് കിട്ടുമോ എന്നാണ് ചോദിച്ചത്. ഓക്കെ മക്കളെ, അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമോ? യെസ് അല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിപ്പം യെസ് എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് ഗോൾഡ് കോയിൻ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈ ഡു യു തിങ്ക് സോ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഹൈഡ് ദി കോയിൻ ഇൻ എ സേഫസ്റ്റ് പ്ലേസ് അല്ലേ. അദ്ദേഹം ആ ഒരു ഗോൾഡ് കോയിൻ അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായിരിക്കാം? ഒരു പക്ഷേ ആ ഗോൾഡ് കോയിൻ തിരിച്ച് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നോക്കിക്കുക മക്കളെ, നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ന്യൂ വേർഡ്സ് എല്ലാം മിസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസിഷൻ, ഡ്രംസ്, അനൗൺസ്മെൻറ്റ്, എക്കോഡ്, കാർണിവൽ, എംറ്റി, അൾട്ടറിങ്, സഡൻലി, ഇത്രയും വേർഡ്സ് മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് മക്കൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൽ മക്കൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് 3 ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 പേജസ് ആണ്. 128, 129, 130 അല്ലേ. 127, 128, 129 വരെയുള്ള പേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ആ 3 ഭാഗങ്ങൾ മക്കൾ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിൽ ന്യൂ വേർഡ്സുകൾ, മക്കൾക്ക് മീനിങ് അറിയാത്ത ന്യൂ വേർഡ്സുകൾ നിർബന്ധമായിട്ടും എഴുതുക. അതിൻ്റെ സ്പെല്ലിങ്ങും അതോടൊപ്പം തന്നെ മക്കൾ പഠിക്കുക കേട്ടോ. പിന്നെ മിസ്സ് പറഞ്ഞല്ലോ, ഈ 3 പേജിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കുക, അല്ലെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ട് വോയിസ് അയക്കുക. നമ്മൾ എടുത്തിട്ടുള്ള 3 ഭാഗങ്ങളും മക്കൾ വീട്ടിൽ നിന്ന് വായിച്ചെടുക്കണം. മിസ്സിന് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുന്നത് വോയിസ് ആയിട്ട് ഇട്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മക്കളെല്ലാവരും വോയിസ് അയക്കാൻ മിസ് നോക്കും ആരൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.